ഓം ശ്രീമാത്രേ നമ. ഭരണി നക്ഷത്രം 2025 ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. 27 നക്ഷത്രങ്ങളുള്ളതിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി. മേടം രാശിയിലെയും രണ്ടാമത്തെ നക്ഷത്രമാണ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം ചേരുന്ന 2.25 നക്ഷത്രത്തിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി. നിറച്ചാൽ നിറയാത്ത ഭരണി പോലെ ഇരിക്കുന്ന നക്ഷത്രമാണ് ഭരണി. 3 അടുപ്പുകൾ കല്ലുകൾ കൂട്ടിയിട്ട ഒരു പ്രകൃതമാണിത്. തടിച്ച ശരീരമുള്ളവരായിരിക്കും പൊതുവെ ഭരണി നക്ഷത്രക്കാർ. അധികം സംസാരിക്കാത്തവരും അന്യരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടാണ് ഇവരെ കാണപ്പെടുന്നത്. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. അന്യരുടെ അഭിപ്രായമനുസരിച്ച് സ്വന്തം അഭിപ്രായത്തിൽ മാറ്റം വരുത്താൻ ഇവർക്ക് കഴിയില്ല. അവരതിന് തയ്യാറാവുകയുമില്ല. അതുമൂലം എല്ലാവരുമായും യോജിച്ചു പോകാൻ ഇവർക്ക് കഴിയില്ല. സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാകും. സഹനശക്തി അല്പം കുറവാണ്. പെട്ടെന്ന് ശോഭിക്കും. ക്ഷോഭം അധിക സമയം നീണ്ടു നിൽക്കില്ല. ഇവർക്ക് അഭിമാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാവുകയില്ല. സ്പോർട്സ്, സംഗീതോപകരണങ്ങൾ, പ്രദർശനം, വാഹനം, നിയമം, റവന്യൂ, മൃഗചികിത്സ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഇവർ ശോഭിക്കും. ശുക്രദശയിൽ കുജാപഹാരവും കുജദശയിലെ ശുക്രാപഹാരവും എന്നും നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾക്ക് വഴിയൊരുക്കും. കുജദശയിലെ ശുക്രാപഹാരവും ശുക്രദശയിലെ കുജന്റെ അപഹാരവും. സ്ത്രീകൾ ദൈവഭക്തിയുള്ളവരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. സ്നേഹശീലരായിരിക്കുമെങ്കിലും ചിലപ്പോൾ പരുഷമായി പെരുമാറും. പൊതുവെ വിവാഹം വൈകിട്ടാണെങ്കിലും വിജയപ്രദമായിരിക്കും ഇവരുടെ കുടുംബജീവിതം. മൃഗം ആനയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷമാവട്ടെ നെല്ലി. അപ്പോൾ ആനയെയും പുള്ളിനെയും നെല്ലിയെയും ഒക്കെ സംരക്ഷിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ക്ഷേമ നക്ഷത്രങ്ങൾ മകീരവും ചിത്തിരയും അവിട്ടവും. ധനനക്ഷത്രങ്ങൾ കാർത്തിക, ഉത്രം, ഉത്രാടം. യമനാണ് ഇവരുടെ നക്ഷത്ര ദേവത. അനിഴം ഇവർക്ക് വേദമാണ്. അതായത് അനിഴ നക്ഷത്രവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് അത്ര നന്നായിരിക്കില്ല. ശുക്രദശയിലാണ് ജനിച്ചിരിക്കുന്നത്. ശുക്രദശയിൽ കഴിഞ്ഞാൽ പിന്നെ ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി ഇങ്ങനെ പോകുന്നു ദശാകാലങ്ങൾ. രാശ്യാധിപനാകട്ടെ സുബ്രഹ്മണ്യസ്വാമിയാണ് ഉപാസനാമൂർത്തി. ഭദ്രയും മുരുകനും ഇവരുടെ ഉപാസനാമൂർത്തികളാണ്. 2025 ആദ്യ മാസങ്ങളിൽ, അതായത് വലിയ മാറ്റങ്ങൾ വരുന്നത് വ്യാഴത്തിന്റെയും ശനിയുടെയുമാണ്. 29/3/2025 ശനിയുടെ മാറ്റം ഇവർക്ക് 7.5 ശനി ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ പ്രായത്തിലുള്ളവർക്ക് അല്പസ്വല്പം പ്രശ്നങ്ങൾ വരാമെങ്കിലും മധ്യവയസ്സ് ഉള്ളവർക്കും പ്രായം കൂടിയവർക്കും പ്രശ്നങ്ങൾ വരാൻ സാധ്യത കുറവാണ്. പിന്നെ വ്യാഴത്തിന്റെ മാറ്റം 15/5/2025 മുതൽ വ്യാഴം 2ാം ഭാവത്തിൽ നിന്നും 3ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് അല്പസ്വല്പം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നേക്കാം. ആയതിനാൽ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. വിചാരിക്കാത്ത സമയത്ത് അധികാരത്തിൽ നിന്ന് ഒഴിയേണ്ടി വരും. മനസ്സിന് പ്രയാസമുണ്ടാകാവുന്ന സംഭവങ്ങൾ ഉണ്ടാകും. വാർത്താമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. വസ്തുവകകൾ വിൽപ്പന നടത്തും. സന്ദർഭമനുസരിച്ച് പെരുമാറുക നിമിത്തം പുരോഗതി ഉണ്ടാകും. തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും. ശത്രുശല്യങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകാൻ ഇടയുണ്ട്. ആഡംബര വസ്തുക്കൾ കൈകളിൽ വന്നു ചേരും. ബിസിനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. രോഗികൾക്ക് ആശ്വാസം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരുവാൻ അവസരമുണ്ടാകും. സർവകാര്യങ്ങളിലും തുടക്കത്തിൽ തടസ്സമുണ്ടാകുമെങ്കിലും പിന്നീടത് ശുഭമായി ഭവിക്കും. ദേഹാരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ഇഷ്ടവസ്തുക്കൾ നഷ്ടപ്പെടാനിടയുണ്ട്. ചെലവ് നിയന്ത്രിക്കാൻ നന്നേ പാടുപെടും. വീട്ടിൽ സൽക്കാരങ്ങൾ നിർത്തേണ്ടി വരും.
വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ മടി കാണിക്കും. പൊതുപ്രവർത്തകർക്ക് പൊതുവെ അനുകൂല സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണ്. വാണിജ്യ വ്യവസായങ്ങൾ നടത്തുന്നവർക്കും അല്പം ഗുണങ്ങൾ വരാം. അപവാദങ്ങളും ധനനഷ്ടങ്ങളും ഇതിനിടയിൽ സംഭവിക്കുകയും ചെയ്യാം. സ്ത്രീജനങ്ങളുമായി കലഹങ്ങൾ ഉണ്ടാവുകയും ഭൂമി വിൽപ്പന തടസ്സപ്പെടുകയും ചെയ്യും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷമുണ്ടാകും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യഥാസമയം പൂർത്തിയാക്കാൻ കഴിയാതെ വരും. ഊഹക്കച്ചവടത്തിൽ ഗുണമുണ്ടാകും. തൊഴിലാളികൾ സഹകരണത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ അനുകൂലമായ സാഹചര്യങ്ങളാണ്. സൈന്യം, പോലീസ്, മെഡിക്കൽ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം മനഃശാന്തത ലഭിക്കും. ബന്ധുക്കളുമായി മൈത്രിയിൽ രമ്യതയിൽ പ്രവർത്തിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ സംഭവിച്ചേക്കാം. വീട് പുതുക്കിപ്പണിയും. അപ്രതീക്ഷിതമായി ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും. കലാകാരന്മാർക്ക് പ്രശസ്തി ഉണ്ടാവും. പൊതുവെ പറഞ്ഞാൽ 2025 ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും. ആദ്യകാലങ്ങളിൽ ഗുണഫലങ്ങൾ ഏറുകയും വർഷാന്ത്യം അല്പം പ്രതിസന്ധികൾ നേരിടേണ്ടതായും വരാം. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഗുണഫലങ്ങളും നൽകും. ഭദ്രയ്ക്കും വിഷ്ണു ഭഗവാനും വഴിപാടുകൾ കഴിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് സഹായകമാകും. നന്ദി, നമസ്കാരം.